ഒരു മാനസിക വിഭ്രാന്തിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷാദം മൂലം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, പല രീതിയിലുള്ള രോഗങ്ങളുണ്ട് എന്ന് ഫീൽ ചെയ്യാണ്. ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, ഒരു രീതിയിലും ഒരു രോഗവും ഇല്ല എന്നാണ് ടെസ്റ്റുകൾ പറയുന്നത്. ഡോക്ടേഴ്സ് പറയുന്നു നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല എന്ന്. അങ്ങനെ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തെത്തി, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തി. ഇതിന് ശേഷം ഇവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആങ്സൈറ്റി ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഡിപ്രഷനാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഇത്തരം മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആവും എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരാറുണ്ട്, ദൈവമേ ഞാനൊരു മാനസിക രോഗിയായി മാറിയോ, എൻ്റെ ഈ രോഗം ഇനി മാറില്ലേ, ഞാൻ എന്നും ഈ ഒരു രോഗത്തിന് അടിമപ്പെട്ട് മരുന്നിനടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുമോ, എന്നും എൻ്റെ ജീവിതത്തിൽ വേദനകളും അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് നേരിട്ട് സംസാരിക്കാനോ ഒരു ആങ്സൈറ്റി വിട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് എനിക്ക് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടെ ചെയ്യാൻ, ആവേശത്തോടു കൂടെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടെ ചെയ്യാൻ ഇനി സാധിക്കില്ലേ എന്നുള്ള ഒരു സംശയം നമ്മൾക്ക് വരാറുണ്ട് അല്ലേ. അതായത് മാനസിക രോഗം എന്നുള്ളത് ഒരു മാരാരോഗമാണോ എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ മാനസിക രോഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു മാരാരോഗം തന്നെയാണോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അവർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇന്ന രോഗമാണ് എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് അതൊരു രോഗമാണ്, ഇതൊരു ഡയഗ്നോസിസ് ആണ്, ഇതിനൊരു പേര് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. പക്ഷേ ഓരോ രോഗവും, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് കൊറോണ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ വന്നു, പനി വന്നു, നിങ്ങൾക്ക് ഭയങ്കര ശാരീരിക വേദന വന്നു, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊറോണയാണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് സാധാരണ ഒരു ചുമയോ അല്ലെങ്കിൽ വൈറൽ ഫീവർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അങ്ങനെ ആ രീതിയിൽ നമുക്കതിനെ കോസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ കാരണം എന്നുള്ള രീതിയിൽ നമുക്ക് പൊതുവെ ഡോക്ടർ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ നമ്മൾ ഇത്തരം അല്ലെങ്കിൽ ഒരു മാനസിക രോഗം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ ഈ ഒരു കാരണത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു ഡോക്ടർക്ക് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധിക്കാറില്ല. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഉള്ള ഈ ഒരു കണ്ടീഷൻ, ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു മാനസിക ഉത്കണ്ഠ, വിഭ്രാന്തി, അല്ലെങ്കിൽ ഈ ഒരു വിഷാദരോഗം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ, ഇത് ശരിക്ക് നിങ്ങൾക്ക് എന്താണ്? ഇതൊരു ഡയഗ്നോസിസ് മാത്രമാണ്. ഇതിൻ്റെ കോസിനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത് എന്ന് കണ്ടെത്തി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വേദനകൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ശരീരത്തിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് അവിടെ. അതിന് ഡിപ്രഷൻ എന്ന് പറയുന്നത് പല രീതിയിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അവിടെ ഷട്ട് ഡൗൺ ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഫോമിൽ ചിന്തിക്കാനും, അല്ലെങ്കിൽ ഒന്ന് നമ്മളുടെ ബോഡിനെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു എഫക്റ്റിൽ നിന്ന് തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ബോഡി നമ്മളെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു, ചാൾസ് റൈസൺ എന്നുള്ളത്. അയാളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമുണ്ട്, ദ ന്യൂ മൈൻഡ് ബോഡി സയൻസ് ഓഫ് ഡിപ്രഷൻ എന്നുള്ളത്. അതിൽ അദ്ദേഹം ഡിപ്രഷനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്. ഡിപ്രഷൻ ഇസ് ദ മോസ്റ്റ് കോമൺ വേ ഓഫ് ഹ്യൂമൻ ബ്രേക്ക് ഡൗൺ അണ്ടർ അഡ്വേഴ്സിറ്റി. അതായത് നമ്മളുടെ ശരീരം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോമണസ്റ്റ് മെത്തേഡ് കണ്ടെത്തുന്നതാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭയങ്കര സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമായിട്ടാണ് ശരിക്കും ഡിപ്രഷനെ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം ചില ആളുകൾ പറയാറുണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഫാമിലിയലായിട്ട് വരുന്നതല്ലേ, നമുക്ക് കുടുംബപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇപ്പം ഡയബറ്റീസ് ഒക്കെ വരുന്ന പോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വന്നൂടെ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആകെ 35% മാത്രമാണ് ജനറ്റിക്കൽ കേസ് ഉള്ളത്.
അതായത് ജനറ്റിക്കലി നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വെറും 35% മാത്രമാണ്. ബാക്കി 65% കേസുകൾ എന്ന് പറയുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ടെൻഷനും പ്രഷറും കാരണം അവരുടെ മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചിന്തകൾ കാരണം വരുന്ന ഒരു കേസ് മാത്രമായിട്ടാണ് ശരിക്കും ഡിപ്രഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കോസിനെ കണ്ടെത്തി നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആക്ച്വലി ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്തായാലും മാറാൻ സാധിക്കും എന്നുള്ളതാണ്. ഡിപ്രഷന് വേറെ പല കോസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ കിട്ടേണ്ട പല കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് വെയിൽ നമ്മൾ കറക്റ്റായിട്ട് കൊള്ളുന്നില്ല, വിറ്റാമിൻ ഡിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മളുടെ ചുറ്റുമുട്ടത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ റെഡിയല്ല, അല്ലെങ്കിൽ നമ്മളത് വേറൊരാളോട് ഡിസ്കസ് ചെയ്യാൻ റെഡിയല്ല, ഇത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഇട്ട് അതിനെ ഉരുട്ടി പറ്റാവുന്ന ഫോമിലെല്ലാം അതിനെ ചിന്തിച്ചു കൂട്ടി ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് അതിനെ ചിന്തിക്കുക എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ പിന്നീട് എന്താണ് നമ്മൾക്കത് ശാരീരികമായിട്ട് എടുക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, 2 മാസം മുന്നേ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതൊരു കുട്ടിയായിരുന്നു, ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇവരുടെ ഈ ഒരു വോയിസ് നിങ്ങൾ ആദ്യം കേട്ടു നോക്കൂ. ഹായ്, ഇന്ന് ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഒരു ഓൾമോസ്റ്റ് 1.5 അഥവാ 2 months ബാക്ക് എൻ്റെ മോന് വിഷൻ ഡാർക്ക് ആവുക എന്നിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തു. ബിക്കോസ് അവന് ഫേസിൽ പല എക്സ്പ്രഷൻസും കാണാൻ തുടങ്ങിയിരുന്നു ഈ വിഷൻ ഡാർക്ക് ആവുക എന്നുള്ള കംപ്ലയിൻറ്റിൻ്റെ കൂടെ. അപ്പോൾ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തപ്പോൾ ആസ് പെർ ഹിസ് അഡ്വൈസ് ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു അൽഷിഫ ഹോസ്പിറ്റലിൽ. അപ്പോൾ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ആൻഡ് എവറിത്തിങ് വാസ് നോർമൽ, ജസ്റ്റ് ലൈക്ക് EEG, MRI അങ്ങനെയെല്ലാം. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അവൻ വിഷൻ ഡാർക്ക് ആവുന്നതിനെ പറ്റി കംപ്ലയിൻ ചെയ്യാൻ തുടങ്ങി. സോ ഇനി വിഷൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നുള്ള രീതിക്ക് വി ടുക്ക് ഹിം ടു അരവിന്ദ് ഐ ഹോസ്പിറ്റൽ, കോയമ്പത്തൂർ. അവിടുന്ന് വിഷൻ റിലേറ്റഡ് ടെസ്റ്റ്സ് എല്ലാം ചെയ്തപ്പോൾ അതെല്ലാം നോർമലായിരുന്നു. പക്ഷെ വീണ്ടും അവൻ ഈ കംപ്ലയിൻറ്റിൽ അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. വിഷൻ ഡാർക്ക് ആവുക എന്നുള്ളതിന് ശേഷം പിന്നെ അവൻ പറഞ്ഞത് ഇയേഴ്സിൽ നിന്ന് ഓരോ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുപോലെ അബ്ഡോമിനൽ പെയിൻ, അങ്ങനെ ഓരോന്നായിരുന്നു. പിന്നെ ഗ്രാജുവലി ഓരോ ദിവസം കൂടുന്തോറും അവൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടിക്കൊണ്ടിരുന്നു. അവൻ്റെ സിംറ്റംസ് വഷളാവാൻ തുടങ്ങി. ലൈക്ക് അവന് കാലെല്ലാം പാരലൈസ്ഡ് ആവുക, കൈയെല്ലാം തീരെ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആവുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ ഡോക്ടർ ഹിബ വന്നപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ആൻഡ് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം മോനായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലാൻ. അങ്ങനെ ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി. ആൻഡ് ദെൻ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം അവന് ഡോക്ടർ ഒരു മെഡിസിൻ എല്ലാം കൊടുത്തിരുന്നു, അത് ഞാൻ കൊടുത്തു. പിന്നെ ഡോക്ടറുമായിട്ട് ഒരു 1-2 കൗൺസിലിംഗ് സെഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അവനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവന് ബ്ലൂ കളർ, റെഡ് കളറിലുള്ള പല രൂപങ്ങൾ കാണുകയാണ്, അത് അവനെ തള്ളിയിടുകയാണ്, അങ്ങനെ എല്ലാം ആയിരുന്നു. ഡോക്ടർ തന്ന മെഡിസിൻ എല്ലാം കൊടുത്ത് വെരി നെക്സ്റ്റ് ഡേ തന്നെ അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ ഒരു 2 weeks കൊണ്ട് തന്നെ ഹി വാസ് ബാക്ക് ടു നോർമൽ. അവൻ പിന്നെ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈസ് ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ആൻഡ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ വിൽ ഫോർ എവർ ബി ഗ്രേറ്റ്ഫുൾ ടു ഡോക്ടർ ഹിബ ഫോർ ദിസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം നോട്ടീസ് ചെയ്തത് ആ കുട്ടിക്ക് ചെവിയിൽ എന്തൊക്കെയോ മൂളക്കം കേൾക്കുകയാണ്, കണ്ണ് കാണുന്നില്ല, ബോർഡിലേക്ക് കാണുന്നില്ല. കുട്ടി ക്ലാസ്സിലിരുന്നിട്ട് ബോർഡിലേക്ക് കാണുന്നില്ല, ഭയങ്കരമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള മൂളൽ ചെവിയിൽ കേൾക്കുകയാണ്. ഈ കുട്ടിനെ കാണിക്കാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ MRIയും CT എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമായി. അതായത് കുട്ടി എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ കുട്ടി വീണ് പോവാണ്, മുട്ടിൽ നിൽക്കുകയാണ്. കുട്ടി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് അത് പ്രോഗ്രസ് ചെയ്ത് വന്നത് കുട്ടിക്ക് പല രൂപങ്ങൾ കാണുകയാണ്, പല ആളുകളെ കാണുകയാണ്. കുറേ കറുത്ത മനുഷ്യന്മാർ, കുറേ ബ്ലൂ ആയിട്ടുള്ള, റെഡ് ആയിട്ടുള്ള ആളുകൾ കുട്ടീനെ ഉപദ്രവിക്കാൻ വേണ്ടി വീട്ടിൽ വരികയാണ്. ആരോ അയച്ചതാണ് കുട്ടീനെ ഉപദ്രവിക്കാൻ, കുട്ടീൻ്റെ ഫാമിലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ അയച്ചതാണ് എന്ന് ആണ് കുട്ടീനോട് പറയുന്നത്. ഈ ഒരാൾ കുട്ടീനോട് പറയുന്നത് അതിനെ ഹാലുസിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് റിയാലിറ്റിയിൽ നമ്മളിത് കാണുന്നില്ല, പക്ഷേ ഇതൊക്കെ ഈ കുട്ടി ഫീൽ ചെയ്യുന്നുണ്ട്.
കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടീൻ്റെ മനസ്സിൽ കുട്ടി റിയൽ ആയിട്ട് അത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് വേറൊരാൾ വന്നു അതിനെ സഹായിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം കുട്ടീൻ്റെ വീട്ടുകാർ വിചാരിച്ചത് ഇതെന്തോ എന്താണ് ഒരു ബ്ലാക്ക് മാജിക് ചെയ്തതാണ്. അപ്പം ഇതിനെതിരെ ഉള്ള രീതിയിൽ അവർ ഒരു ഇസ്ലാമിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ, ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു, അവരൊരു ഇസ്ലാമിക് ട്രീറ്റ്മെൻറ്റിൻ്റെ പിന്നാലെ പോയി അതിൽ കുറേ ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ടൊന്നും ഈ കുട്ടിക്ക് മാറ്റം കണ്ടില്ല. അപ്പം പിന്നീട് ഈ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് കുട്ടീൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആയിരുന്നു. കുട്ടി എന്താണ് കുറേ ഉപ്പ ഭയങ്കരമായിട്ട് ഉമ്മനെ ഉപദ്രവിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിയുടെ മനസ്സിൽ എന്ന് പറയുന്നത് ആണുങ്ങൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹസ്ബൻഡ് ഒരുപക്ഷെ വൈഫിനെ ഉപദ്രവിക്കാനുള്ള ചാൻസസ്, അതായത് ഉമ്മനെ ഉപദ്രവിക്കാൻ, ഇനി ഉമ്മ ഒന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കാനുള്ള ചാൻസസ് കൂടുതലല്ലേ എന്നുള്ള രീതിയിലാണ് കുട്ടി കാര്യങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ പിന്നീട് കണ്ടത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എപ്പോഴോ കുട്ടി കേട്ടിട്ടുണ്ടായിരുന്നു, കുട്ടി അത് എപ്പോഴാണെന്നോ എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എപ്പോഴോ കേട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ കുട്ടീൻ്റെ ഗ്രാൻഡ് പാരൻസ് കുട്ടിയുടെ ഉമ്മയെ റീമാരി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് എന്തോ ഡിസ്കഷൻ. അത് എന്താണ് ഡിസ്കഷൻ മാത്രമാണ്, അത് നടക്കുന്നതോ ഒന്നുമല്ല. അപ്പം ഈ ഒരു ഡിസ്കഷനിൽ കുട്ടിക്ക് അത് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തു. അതേപോലെ ആ ഡിസ്കഷനിൽ പലപ്പോഴും വരാറുണ്ടല്ലോ, ഇപ്പം കുട്ടികളുള്ള ഒരു സിംഗിൾ പാരൻ്റ് ആകുമ്പോൾ അവരുടെ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുട്ടികളെ മാറ്റി നിർത്തേണ്ടി വന്നേക്കാം എന്നുള്ള എന്തോ ഒരു ഡിസ്കഷൻ. അത് കുട്ടി ഫോണിൽ കണ്ടതാണോ എന്നോ വീട്ടിൽ നടന്നതാണ്, വീട്ടിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പേരൻ്റ് പറയുന്നത്. പക്ഷേ ഈ കുട്ടീൻ്റെ മനസ്സിൽ ഫീൽ ചെയ്ത് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഉമ്മാക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് എന്നോട് സ്നേഹം കുറഞ്ഞു പോയാലോ എന്നുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക വിഭ്രാന്തി എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഈ കുട്ടീനെ ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയത് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. അത് റിപ്പീറ്റഡ് ആയിട്ട് കൗൺസിലിംഗ് ചെയ്തു, മരുന്ന് കൊടുത്തു അതിന് വേണ്ടിയിട്ട്. അങ്ങനെ 1 വീക്കിനുള്ളിൽ ആക്ച്വലി ഈ കുട്ടി ഇങ്ങനത്തെ ഹാലുസിനേഷൻസ് കംപ്ലീറ്റ്ലി നിർത്തി. കുട്ടിക്ക് കാണുന്നില്ല ഒന്നും, ഇപ്പം അങ്ങനത്തെ ഒരു ഫീലിങ്ങോ, കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതേപോലെ കുട്ടി ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ട് എന്താണ് കുട്ടീൻ്റെ ഉമ്മ പറയും, എനിക്ക് ഇതുവരെ എൻ്റെ മോന് ഇത്ര ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. ഭയങ്കര വയലൻ്റ് ആയിട്ടായിരുന്നു കുട്ടി പെരുമാറിയിരുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യം കഴിഞ്ഞ് കുട്ടിക്ക് 2 കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി നോർമലായി. അപ്പം ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു റീസൺ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ചുള്ളൻ ചെക്കനായിരുന്നു, ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരാളായിരുന്നു. അവർക്ക് അവരുടെ ലൈഫിൽ എന്താണ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് പോലും ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല അയാൾ. അപ്പം ഭയങ്കരമായിട്ട് എന്താണ് ഉറങ്ങുകയാണ്, എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തിയാണ്, ഞാൻ ഒരു കാര്യവും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പേടിയാണ്, ആകെ മൊത്തം പേടിയാണ്, എന്നെ എല്ലാവരും കൊല്ലാൻ വരികയാണോ, എന്തെങ്കിലും ചെയ്യോ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് തപ്പി കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ കേസ് ടേക്കിംഗ് കഴിഞ്ഞപ്പോഴാണ് ആൾ പറയുന്നത് ആളുടെ ലൈഫിൽ ആൾക്കൊരു ലവ് ബ്രേക്ക് ഉണ്ടായിരുന്നു, അതായത് ഒരു ലവ് അഫെയർ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ആ ലവ് അഫെയർ പോയതിനെക്കാട്ടിലും അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്കിനെക്കാട്ടിലും ആൾക്ക് ഇഷ്യൂ ആയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ പോലും കള്ളു കുടിക്കുക, മദ്യം കഴിക്കുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്നേ വരെ ഞാൻ ഒരു രീതിയിൽ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രണയിച്ച പെണ്ണ് എന്ന് പറയുന്നത് അവർ കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മറച്ചു വെച്ചിട്ടാണ് അവരെന്നെ പ്രണയിച്ചത്. അത് ഞാൻ അറിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ഷോക്കാണ്. ഞാൻ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കുന്ന ഒരു രീതിയിൽ പോലും എന്നെ വരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക, അവരെന്താ എന്നെക്കുറിച്ച് ചെയ്യുക, ഞാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്തു, എങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റി എന്നൊക്കെ ആളുകൾ എന്നെക്കുറിച്ച് വിചാരിക്കില്ലേ എന്നുള്ള ഈ ഒരു തോട്ടിനെ അവർ റിപ്പീറ്റഡ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് പിന്നീട് അവർക്ക് അവരുടെ കൺട്രോൾ അവരെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവർക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യത്തിലേക്ക്. ഇപ്പോൾ പൊതുവേ നമ്മൾ ഡിപ്രഷനുള്ള ഒരാളോട് എനിക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാരണമൊന്നും ഇല്ല ഡോക്ടർ, എപ്പോഴും എനിക്ക് നെഗറ്റീവ് ചിന്തയാണ് എന്നാ പറയാം. പക്ഷെ ഇതിൻ്റെ ഹിസ്റ്ററി തപ്പി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആക്ച്വലി ഒരു കോസ് ഉണ്ട്. ഈ കോസിനെ നമ്മൾ ആലോചിച്ച് കൂട്ടി ഇതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഞാൻ അതിനനുസരിച്ച് വേണ്ട തെറാപ്പി ചെയ്തു, അതിന് മെഡിസിൻ കൊടുത്തു. വിത്ത് ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ ആ റൂമിൽ നിന്ന് ആൾ പുറത്തിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ മനസ്സിൽ നിന്ന് എന്തോ ഒരു ബ്ലാക്ക് ക്ലൗഡ് എൻ്റെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ തലേൻ്റെ മുകളിൽ നിന്ന് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും ഒരു റിലീഫ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. അതായിരുന്നു കാരണം എന്നുള്ളത് ഇത്ര കാലം എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്.
അപ്പം നിങ്ങൾക്കൊരു മാനസിക രോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ടേം കിട്ടിയിട്ടുണ്ട്, ഒരു ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കാരണം നിങ്ങളുടെ ലൈഫിനെ അവിടെ നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത്. അതായത് തീർന്നു, എൻ്റെ ലൈഫ് തീർന്നു, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, ഇനി മരുന്ന് മാത്രമേ എൻ്റെ ലൈഫിൽ ഇനി ഒരു പോംവഴി ആയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ യാതൊരു രീതിയിലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം തേടി അതിനെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.